أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹുദൈബിയ സന്ധിയുടെ സംഭവങ്ങളാണ് വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരണങ്ങൾ കേൾപ്പിക്കാം. ഈ സന്ദർഭത്തിൽ സഹാബാക്കളെ കാവൽ ഡ്യൂട്ടിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കൾക്ക് രാത്രി സമയത്ത് കാവലിന് കൽപ്പന നൽകിയിരുന്നു. എല്ലാ ദിവസവും കാവൽ നിർത്തിയിരുന്നു. 3 ആളുകൾ ഊഴമനുസരിച്ച് കാവൽ നിന്നിരുന്നു. അവരിൽ ഹസ്രത്ത് ഔസ് ബിൻ ഖൗലി, ഇബാദ് ബിൻ ബഷർ, മുഹമ്മദ് ബിൻ മസ്ലമ എന്നിവരും ഉണ്ടായിരുന്നു. ഒരു രാത്രി മുഹമ്മദ് ബിൻ മസ്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാവലിന് നിയോഗിതനായിരുന്നു. അതേസമയം ഖുറൈശികൾ മക്രസ് ബിൻ ഹഫ്സിന്റെ നേതൃത്വത്തിൽ 50 പേരെ അയച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റുഭാഗത്തും നോക്കി വരാനും മുസ്ലിങ്ങളിൽ ആരെയെങ്കിലും കൊലപ്പെടുത്തുകയോ അപ്രതീക്ഷിതമായി എന്തെങ്കിലും നഷ്ടം വരുത്തുകയോ ചെയ്യാനുള്ള കൽപ്പന നൽകി അയച്ചിരുന്നു. ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമ അവരെ പിടികൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തിച്ചു. മക്രസ് ഓടി രക്ഷപ്പെടുകയും തന്റെ കൂട്ടുകാരെ ജാഗ്രതപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്രസ് ചതിയനാണ് എന്ന് പറഞ്ഞ വാക്ക് പ്രത്യക്ഷത്തിൽ പൂർത്തിയാവുകയുണ്ടായി. കഴിഞ്ഞ ഖുത്ബയിലും ഞാൻ അതേപ്പറ്റി പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളിലെ ഏതാനും വ്യക്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുമതിയോടുകൂടി മക്കയിൽ പ്രവേശിച്ചതിനെ സംബന്ധിച്ചും പരാമർശം ലഭിക്കുന്നുണ്ട്. അവരിൽ കർസ് ബിൻ ജാബിർ ഫഹരി, അബ്ദുല്ല ബിൻ സുഹൈൽ, അബ്ദുല്ല ബിൻ ഹുസൈഫ സഹമി, അബൂ റൂം ബിൻ ഉമൈർ അബ്ദരി, ഇയാഷ് ബിൻ അബി റബിയ, ഹിഷാം ബിൻ ആസ്, അബൂ ഹാത്തിബ് ബിൻ അമ്ര, ഉമൈർ ബിൻ വഹബ്, ഹാത്തിബ് ബിൻ അബി ബൽത്ത, അബ്ദുല്ല ബിൻ ഉമയ്യ എന്നിവർ ഉൾപ്പെടുന്നു. ഇവർ ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണയിലാണ് മക്കയിൽ പ്രവേശിച്ചത്. അവർ രഹസ്യമായിട്ടാണ് അവിടേക്ക് കടന്നതെന്നും പറയപ്പെടുന്നു. വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഖുറൈശികൾക്ക് അറിവ് കിട്ടിയപ്പോൾ അവർ അവരെ പിടികൂടി. ഖുറൈശികൾക്ക് തങ്ങളുടെ കൂട്ടുകാരെ ബന്ധനസ്ഥരാക്കിയതിനെ സംബന്ധിച്ചും അറിവ് ലഭിച്ചിരുന്നു. അവരെ മുഹമ്മദ് ബിൻ മസ്ലമ തടഞ്ഞു വെച്ചതാണ്. ഖുറൈശികൾക്ക് അവരുടെ 50 ആളുകളെ മുസ്ലിങ്ങൾ ബന്ദിയാക്കിയിട്ടുണ്ട് എന്ന അറിവ് കിട്ടിയപ്പോൾ ഖുറൈശികളുടെ ആയുധധാരികളായ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബാക്കളുടെയും അടുക്കിലേക്ക് വരികയും മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. അവർ അമ്പും കല്ലും വർഷിക്കാൻ തുടങ്ങി. മുശ്രിക്കീങ്ങളുടെ 12 കുതിരപ്പടയാളികളെ മുസ്ലിങ്ങൾ ബന്ദിയാക്കി. മുസ്ലിങ്ങളുടെ ഹസ്രത്ത് ഇബ്നു സനീം ഷഹീദാവുകയുണ്ടായി. ഖുറൈശികൾ അദ്ദേഹത്തെ അമ്പെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഖുറൈശികൾ ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയച്ചു. അവരിൽ സുഹൈൽ ബിൻ അമ്രും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ സഹാബാക്കളോട് പറഞ്ഞു, സുഹൈൽ മുഖേന നിങ്ങളുടെ കാര്യങ്ങൾ സഹൽ അഥവാ എളുപ്പമാകുന്നതാണ്. ആ സമയത്ത് സുഹൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി പറഞ്ഞു, താങ്കളുടെ കൂട്ടുകാരെ, അതായത് ഉസ്മാനെയും മറ്റ് 10 സഹാബാക്കളെയും ബന്ദികളാക്കുകയും ഞങ്ങളുടെ ചില ആളുകൾ താങ്കളോട് ഏറ്റുമുട്ടിയതും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യപ്രാപ്തിയുള്ള ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കതിൽ വലിയ അസ്വസ്ഥതയുണ്ടായി. അതേപ്പറ്റി ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. ഞങ്ങളിലുള്ള ഗ്രാമീണരായ ആളുകളാണ് അതെല്ലാം ചെയ്തത്.
അതുകൊണ്ട് 2 തവണയായി താങ്കൾ പിടികൂടിയിട്ടുള്ള ഞങ്ങളുടെ ആളുകളെ തിരിച്ചയക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടുകാരെ വിട്ടയക്കുന്നതുവരെയും ഇവരിൽ ആരെയും ഞാൻ തിരിച്ചയക്കുന്നതല്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവരെ വിട്ടയക്കാം. തുടർന്ന് ഖുറൈശികൾ ഹദ്റത്ത് ഉസ്മാനെയും മറ്റ് 10 സഹാബാക്കളെയും തിരിച്ചയച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവരുടെ ആളുകളെ വിട്ടയക്കുകയുണ്ടായി. ഹദ്റത്ത് ഉസ്മാനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഖുത്ബയിലും വിവരിച്ചിട്ടുണ്ടായിരുന്നു. കാഫിരീങ്ങൾ അദ്ദേഹത്തെ പിടികൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതേപ്പറ്റി അറിവ് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ നിന്ന് ഒരു ബയ്യത്ത് അഥവാ ശപഥം വാങ്ങുകയുണ്ടായി. അത് ബയ്യത്തെ റിദ്വാൻ എന്ന് അറിയപ്പെടുന്നു. അതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: ഖുറൈശികൾക്ക് ഹുദൈബിയയിലുണ്ടായ ഈ ബയ്യത്തിന്റെ കാര്യം മനസ്സിലായപ്പോൾ അവർ വളരെയേറെ ഭയപ്പെട്ടു. അതായത് ഇങ്ങനെ ഒരു ബയ്യത്ത് നടന്നിരിക്കുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുസ്ലിങ്ങളിൽ നിന്നും ഒരു ശപഥം വാങ്ങിയിരിക്കുന്നുവെന്നും അറിയുകയുണ്ടായി. അവരിലെ കാര്യപ്രാപ്തിയുള്ള ആളുകൾ മുസ്ലിങ്ങളുമായി രഞ്ജിപ്പിലെത്തുന്നതാണ് ഉചിതമെന്ന് അഭിപ്രായപ്പെട്ടു. അതായത് ഈ വർഷം താങ്കൾ തിരിച്ചു പോവുക, അടുത്ത വർഷം 3 ദിവസം മക്കയിൽ താമസിക്കാവുന്നതാണ്. പക്ഷേ താങ്കളോടൊപ്പം 100 ആളുകൾക്ക് അത്യാവശ്യമുള്ള ആയുധങ്ങൾ, അതായത് ഉറയിൽ കിടക്കുന്ന വാളും വില്ലുകളും മാത്രം കരുതാവുന്നതാണ് എന്ന് പറഞ്ഞ് സന്ധി ചെയ്യാം. ഈ അഭിപ്രായത്തിന് ശേഷം ഖുറൈശികൾ വീണ്ടും സുഹേൽ ബിൻ അമ്രിനെ അയച്ചു. അയാളോടൊപ്പം മക്രസ് ബിൻ ഹഫ്സും ഉവൈത്ത് ബിൻ അബ്ദുൽ ഉസ്സയും ഉണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഈ വർഷം താങ്കൾ ഉംറ ചെയ്യാതെ തിരിച്ചു പോകണമെന്ന അഭിപ്രായവുമായി എത്തി. അതല്ലെങ്കിൽ താങ്കൾ ശക്തി ചെലുത്തി ഖുറൈശികളുടെ ഇംഗിതത്തിന് വിപരീതമായി മക്കയിൽ പ്രവേശിച്ചുവെന്ന് അറബികൾ പറയുന്നതാണ്. അതുകൊണ്ട് അടുത്ത വർഷം ഉംറ ചെയ്യാൻ വീണ്ടും വരിക. ഏതായാലും സുഹേൽ മുന്നിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇയാൾ വീണ്ടും അയച്ചതിന്റെ ഉദ്ദേശം ഖുറൈശികൾ രഞ്ജിപ്പ് ആഗ്രഹിക്കുന്നു എന്നാണ്. ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് ഹദ്റത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, സുഹേൽ ബിൻ അമ്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കണ്ട ഉടൻ തന്നെ പറഞ്ഞു, അത് സുഹൈലാണ്. അള്ളാഹു ഇച്ഛിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സഹൽ അഥവാ എളുപ്പമാക്കുന്നതാണ്. ഏതായാലും സുഹൈൽ എത്തി. അയാൾ എത്തിയ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, വരൂ, നീണ്ട തർക്കങ്ങൾ മാറ്റിവെക്കാം, ഞങ്ങൾ സന്ധി ചെയ്യാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളും തയ്യാറാണ്. ഈ നിർദ്ദേശത്തോടൊപ്പം തന്നെ തന്റെ സെക്രട്ടറി, അതായത് ഹസ്രത്ത് അലിയെ വിളിച്ചു പറഞ്ഞു, നിബന്ധനകൾ സംബന്ധിച്ച് ഒരു പൊതുവായ ചർച്ച നേരത്തെ കഴിഞ്ഞതായിരുന്നു. വിശദാംശങ്ങളെ സംബന്ധിച്ച് കൂടെ തീരുമാനം ആകേണ്ടിയിരുന്നു. അതുകൊണ്ട് എഴുത്തുകാരൻ, അതായത് ഹസ്രത്ത് അലി വന്ന ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എഴുതിപ്പിച്ചു തുടങ്ങി. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് തുടങ്ങിയത്. സുഹേൽ സന്ധിക്ക് തയ്യാറായിരുന്നുവെങ്കിലും ഖുറൈശികളുടെ അവകാശ സംരക്ഷണത്തിലും മക്കക്കാരുടെ ആദരവിന്റെ കാര്യത്തിലും വളരെ ജാഗ്രത കാട്ടിയിരുന്നു. അയാൾ ഉടനെ പറഞ്ഞു, ഈ റഹ്മാൻ എന്താണ്? ഞങ്ങൾക്ക് അതേപ്പറ്റി അറിയില്ല. അറബികൾ എപ്പോഴും എഴുതുന്നത് പോലെ ബിസ്മിക് അല്ലാഹുമ്മ എന്ന് എഴുതുക. അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതരുത്, മറിച്ച് ബിസ്മിക് അല്ലാഹുമ്മ എന്ന് എഴുതൂ. മറുഭാഗത്ത് മുസ്ലിങ്ങൾക്കും തങ്ങളുടെ ജനതയുടെ അന്തസ്സിന്റെയും മതപരമായ വികാരത്തിന്റെയും പ്രശ്നം ഉദിക്കുന്നുണ്ടായിരുന്നു. അവരും ഈ മാറ്റത്തിൽ പെട്ടെന്ന് സ്തബ്ധരായി പറഞ്ഞു, ഞങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് തന്നെ എഴുതുന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല, ഇങ്ങനെ എഴുതുന്നതിൽ പ്രശ്നമില്ല എന്നും സുഹൈൽ പറഞ്ഞതുപോലെ എഴുതുക എന്നും പറഞ്ഞ് മുസ്ലിങ്ങളെ നിശബ്ദരാക്കി. അങ്ങനെ ബിസ്മിക് അല്ലാഹുമ്മ എന്ന് തന്നെ എഴുതി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉടമ്പടി എന്ന് എഴുതൂ. അപ്പോൾ സുഹൈൽ വീണ്ടും ഇടപെട്ടു, റസൂലുള്ള എന്ന് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കില്ല. താങ്കൾ അള്ളാഹുവിൻ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ എല്ലാ വഴക്കുകളും അവസാനിക്കുന്നു. പിന്നെ താങ്കളെ തടയുന്നതിനും താങ്കളെ എതിർക്കുന്നതിനും പ്രസക്തിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള രീതി അനുസരിച്ച് മുഹമ്മദ് ബിൻ അബ്ദുല്ലായുടെ ഉടമ്പടി എന്ന് മാത്രം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാകുന്നു. അതേസമയം ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലയുമാകുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെയാകട്ടെ, അങ്ങനെ തന്നെ എഴുതുക. മുഹമ്മദ് ബിൻ അബ്ദുല്ലായുടെ ഉടമ്പടി എന്ന് എഴുതുക. പക്ഷേ അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എഴുത്തുകാരൻ ഹസ്രത്ത് അലി
ഉടമ്പടിയിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയോട് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ള എന്ന വാക്കുകൾ മായ്ക്കുകയും അവിടെ മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് എഴുതുകയും ചെയ്യൂ. പക്ഷേ ആ സമയത്ത് ആവേശം പാരമ്യതയിലെത്തിയിരുന്നു. ഹസ്രത്ത് അലി വികാരാവേശത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ അങ്ങയുടെ പേരിനോടൊപ്പമുള്ള റസൂലല്ല എന്ന വാക്കുകൾ ഒരിക്കലും മായ്ക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അസ്വസ്ഥഭരിതമായ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞു, ശരി, നിങ്ങൾ മായ്ക്കുന്നില്ലെങ്കിൽ എനിക്ക് തരൂ, ഞാൻ മായ്ക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടലാസിലോ മറ്റോ എഴുതി തയ്യാറാക്കിയ ആ ഉടമ്പടി സ്വന്തം കയ്യിലെടുക്കുകയും ഹസ്രത്ത് അലിയോട് ആ വാക്കുകൾ എഴുതിയ സ്ഥലം ചോദിച്ചുകൊണ്ട് റസൂലുള്ള എന്ന വാക്കുകൾ സ്വന്തം കൈകൊണ്ട് തന്നെ മായ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലത്ത് ഇബ്നു അബ്ദുള്ള എന്ന വാക്കുകൾ എഴുതിക്കുകയും ചെയ്തു. ഹദ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബും ഈ വിഷയം തന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർ നമ്മെ ബൈത്തുള്ള പ്രദർശനം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതല്ല എന്ന ഉടമ്പടി ചെയ്യുന്നുവെന്ന് എഴുതിപ്പിച്ചു. ഉടൻ തന്നെ സുഹൈൽ പറഞ്ഞു, ദൈവത്താണേ, ഈ വർഷം അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെയായാൽ അറബികൾക്കിടയിൽ ഞങ്ങളുടെ അന്തസ്സിന് ക്ഷത സംഭവിക്കും. അതേസമയം അടുത്ത വർഷം നിങ്ങൾക്ക് വന്ന് തവാഫ് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ എഴുതൂ. തുടർന്ന് സുഹൈൽ തന്റെ ഭാഗം എഴുതിപ്പിച്ചു. അതായത് മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിങ്ങളുമായി കൂടിച്ചേരാൻ പാടില്ല. അയാൾ മുസ്ലിം ആയിട്ടുണ്ടെങ്കിലും ശരി. അങ്ങനെ ആരെങ്കിലും മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അയാളെ തിരിച്ചയക്കേണ്ടതാണ്. അത് കേട്ടപ്പോൾ സഹാബാക്കൾ ബഹളം കൂട്ടി. സുബ്ഹാനല്ലാ, ഒരാൾ മുസ്ലിമായി വരികയും ഞങ്ങൾ അദ്ദേഹത്തെ തിരിച്ചയക്കുകയും ചെയ്യുന്നത് എങ്ങനെ സാധ്യമാകാനാണ്? ഏതായാലും ഈ സന്ധി എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് ഹദ്രത്ത് അബൂജന്തൽ ബിൻ സുഹൈൽ വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ കാലുകളിൽ ചങ്ങലകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മക്കയുടെ താഴ്വാരങ്ങളിലൂടെ കടന്നു വന്ന് സ്വയം മുസ്ലിങ്ങൾക്ക് മുന്നിൽ തന്നെ സമർപ്പിച്ചു. ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സുഹൈലിന്റെ മകനായിരുന്നു അദ്ദേഹം. മുസ്ലിം ആയതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സുഹൈൽ അദ്ദേഹത്തെ ചങ്ങലയിൽ ബന്ധിച്ചു വന്നതായിരുന്നു. അദ്ദേഹം ബന്ധനാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടന്ന് പൊതുവഴിയിൽ നിന്ന് മാറി പർവ്വതങ്ങളുടെ വഴിയിലൂടെ ഹുദൈബിയയിൽ എത്തിയതാണ്. മുസ്ലിങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ആശംസകൾ നേരുകയും ചെയ്തു. ഹദ്രത്ത് അബൂജന്തലിന്റെ പിതാവ് സുഹൈൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നേർ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ മുഖത്ത് മുള്ളുകളുള്ള ഒരു കമ്പ് കൊണ്ട് അടിച്ചു. കഴുത്തിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ആദ്യത്തെ സംഭവമാണ്. ഇതേക്കുറിച്ചാണ് ഞാൻ താങ്കളുമായി ഉടമ്പടി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചയക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സന്ധിപത്രം പൂർത്തിയായിട്ടില്ല. അപ്പോൾ സുഹൈൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവാണേ, ഞാൻ ഒരു കാര്യത്തിൽ നിങ്ങളുമായി സന്ധി ചെയ്യുന്നതല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ഇയാളെ എനിക്ക് വേണ്ടി വിട്ടയച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യുകയായിരുന്നു, ഇയാളെ എനിക്ക് വേണ്ടി വിട്ടയക്കൂ. സുഹൈൽ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഒരു കാരണവശാലും വിട്ടുതരുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കൂ. വീണ്ടും അഭ്യർത്ഥിക്കുകയായിരുന്നു. സുഹൈൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സന്നദ്ധനല്ല. അയാളോടൊപ്പം ഉണ്ടായിരുന്ന മക്രസ് ബിൻ ഹഫ്സും ഹുവൈത്ത് ബിൻ അബ്ദുൽ ഉസയും പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതന്നിരിക്കുന്നു. അവർ രണ്ടുപേരും ഹദ്രത്ത് അബൂജന്തലിനെ പിടിച്ച് ഒരു കൂടാരത്തിനകത്തേക്ക് കയറ്റുകയും അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് സമ്മതിച്ചില്ല. ഹദ്രത്ത് അബൂജന്തൽ പറഞ്ഞു, അല്ലയോ മുസ്ലിം സമൂഹമേ, ഇനിയും എന്നെ മുശ്രിക്കീങ്ങൾക്കിടയിലേക്ക് തിരിച്ചയക്കുകയാണോ? ഞാൻ മുസ്ലിമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ പറഞ്ഞു, അല്ലയോ അബൂജന്തൽ, ക്ഷമ കാണിക്കൂ, പ്രതിഫലത്തെക്കുറിച്ച് പ്രതീക്ഷ വയ്ക്കൂ. തീർച്ചയായും അള്ളാഹു നിനക്കും നിന്റെ നിസ്സഹാരായ കൂട്ടുകാർക്കും വിശാലതയുടെയും മോചനത്തിന്റെയും വഴി തുറക്കുന്നതാണ്. ഞങ്ങൾ ഇവരുമായി സന്ധി ചെയ്തിരിക്കുന്നു. ഞങ്ങൾ അവരുമായും അവർ ഞങ്ങളുമായും സന്ധി ചെയ്തതാണ്. ഞങ്ങൾ വഞ്ചന കാണിക്കുന്നതല്ല. ഈ സന്ദർഭത്തിൽ ഹദ്രത്ത് ഉമറിന്റെ ആവേശത്തെ സംബന്ധിച്ചും പരാമർശം കാണപ്പെടുന്നുണ്ട്. എഴുതുന്നു, മുസ്ലിങ്ങൾ ഈ നിബന്ധനകളൊന്നും ഇഷ്ടപ്പെട്ടില്ല, കോപാകുലരാവുകയും ചെയ്തു. സുഹൈലാകട്ടെ ഈ നിബന്ധനകൾ കൂടാതെ സുൽഹ് സമ്മതിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ അവർ ഉടമ്പടിയിലെത്തി എഴുതാൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഉമർ ബിൻ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്,
നമ്മൾ സത്യത്തിലും അവർ കാഫര്യങ്ങൾ വ്യാജത്തിലുമല്ലേ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എന്തുകൊണ്ടല്ല? ഉമർ ചോദിച്ചു, നമ്മുടെ കൊല്ലപ്പെട്ട ആളുകൾ സ്വർഗത്തിലും അവരുടെ കൊല്ലപ്പെട്ട ആളുകൾ നരകത്തിലുമല്ലേ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എന്തുകൊണ്ടല്ല? നമ്മൾ ഹുദൈബിയയിൽ സന്ധി ചെയ്യുമ്പോൾ നമ്മുടെ ദീനിനെ സംബന്ധിച്ച് ഇത്രമാത്രം നമുക്ക് അപമാനം സഹിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹു നമുക്കും അവർക്കുമിടയിൽ ഒരു തീരുമാനം ആക്കുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ തിരിച്ചു പോകേണ്ടതുണ്ടോ? യുദ്ധം കൂടാതെ അവകാശം ലഭിക്കാതെ തിരിച്ചു പോവുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദാസനും അവന്റെ ദൂതനുമാകുന്നു. ഞാൻ അവനെ ധിക്കരിക്കുന്നതല്ല. അവൻ എന്നെ ഒരിക്കലും നഷ്ടത്തിലാക്കുന്നതുമല്ല. അവൻ എന്നെ സഹായിക്കുന്നതുമാണ്. അപ്പോൾ ഉമർ ചോദിച്ചു, നമ്മൾ ഉടൻ തന്നെ ബൈത്തുള്ളായെ തവാഫ് ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ടില്ല? ഈ വർഷം തന്നെ നമ്മൾ വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഉമർ പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ബൈത്തുള്ളായിൽ വന്ന് അതിനെ തവാഫ് ചെയ്യുന്നതാണ്. പിന്നെ ഹദ്റത്ത് ഉമർ അതേ ദേഷ്യത്തിൽ അബൂബക്കറിന്റെ അടുക്കലേക്ക് പോയി. ക്ഷമ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, അബൂബക്കർ, അള്ളാഹുവിന്റെ ഈ നബി സത്യത്തിലല്ലേ ഉള്ളത്? ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, എന്തുകൊണ്ടല്ല? ഉമർ ചോദിച്ചു, അവർ വ്യാജത്തിലും നമ്മൾ സത്യത്തിലുമല്ലേ ഉള്ളത്? നമ്മുടെ വധിക്കപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്കും അവരുടെ കൊല്ലപ്പെട്ട ആളുകൾ നരകത്തിലേക്കുമല്ലേ പോവുക? ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, എന്തുകൊണ്ടല്ല? അപ്പോൾ ഉമർ പറഞ്ഞു, പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ ദീനീ കാര്യത്തിൽ നിസ്സഹായത പ്രകടിപ്പിക്കുന്നത്? അള്ളാഹു നമുക്കും അവർക്കുമിടയിൽ തീരുമാനം ആക്കുന്നതിന് മുമ്പേ നമ്മൾ തിരിച്ചു പോവുകയാണോ? ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു. തന്റെ റബ്ബിനെ അദ്ദേഹം ധിക്കരിക്കുന്നതല്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നവനാകുന്നു. തുടർന്ന് ഉമറിനോട് പറഞ്ഞു, നിങ്ങളെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുസരണത്തിൽ മരണം വരെയും ബന്ധിപ്പിച്ചു നിർത്തുക. അള്ളാഹുവാണേ ആ മഹാത്മാവ് സത്യത്തിലാകുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാകുന്നു. അപ്പോൾ ഹദ്റത്ത് ഉമർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം നൽകുന്നു. അദ്ദേഹം നമ്മൾ ഉടൻ തന്നെ ബൈത്തുള്ളായിൽ വന്ന് അതിനെ തവാഫ് ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ? ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഈ വർഷം തവാഫ് ചെയ്യുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നുവോ? ഹദ്റത്ത് ഉമർ പറഞ്ഞു, ഇല്ല. തുടർന്ന് ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും ബൈത്തുള്ളായിൽ വന്ന് അതിനെ തവാഫ് ചെയ്യുന്നതാണ്. ഏതായിരുന്നാലും ഈ നിബന്ധനകൾ ഹദ്റത്ത് ഉമറിന് വളരെ അസ്വസ്ഥതയുണ്ടാക്കി. ബുഖാരിയിൽ വരുന്നു, ഹദ്റത്ത് ഉമർ പറയുന്നു, അള്ളാഹുവാണേ, ഞാൻ മുസ്ലിമായതിനു ശേഷം ഹുദൈബിയ ദിവസത്തിലല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും സന്ദേഹത്തിലകപ്പെട്ടിട്ടില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല, പക്ഷേ അന്ന് ഞാൻ അങ്ങനെ ചെയ്തു. ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് പറയുന്നു, അല്ലയോ ഇബ്നു ഖത്താബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നീ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? നീ ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുകയും നിന്റെ അഭിപ്രായത്തെ ശരിയാക്കുകയും ചെയ്യുക. ഹദ്റത്ത് ഉമർ പറയുന്നു, തുടർന്ന് ഞാൻ അള്ളാഹുവിനോട് ഒറുക്കലിനെ തേടിക്കൊണ്ടിരുന്നു. എനിക്ക് അത്രമാത്രം ലജ്ജ പിന്നെ ഒരു സന്ദർഭത്തിലും തോന്നിയിട്ടില്ല. കൽപ്പന സ്വീകരിക്കുന്നതിൽ ആരംഭഘട്ടത്തിൽ അമാന്തം കാണിച്ചതിലുള്ള പാപം പുറത്തു കിട്ടാൻ ഞാൻ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഹുദൈബിയയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചെയ്ത സംസാരം കാരണം ഞാൻ സദക്കകൾ കൊടുക്കുകയും നോമ്പെടുക്കുകയും അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഇപ്പോൾ ശരിയായി എന്ന് തോന്നി തുടങ്ങി. അതായത് അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന് എനിക്ക് ബോധ്യമായി. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളിൽ ആത്മാർത്ഥരായ പലരുടെയും ഉള്ളിൽ ചില സമയത്ത് പ്രതിരോധിക്കാനുള്ള മനസ്സും കാണുകയുണ്ടായി. പക്ഷേ അബൂബക്കറിനുള്ളിൽ ഞാൻ ഈ ഒരു അവസ്ഥ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിരാകരിച്ചതായി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ്
ഹസ്രത്ത് അബൂബക്കറിന്റെ ഈ ഒരു പ്രത്യേകത എടുത്തു പറയുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മൗദ് തുടരുന്നു. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകൾ പരിഭ്രമിച്ചു. പിന്നെ അതേ പരിഭ്രമാവസ്ഥയിൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ സവിധത്തിലെത്തി ചോദിച്ചു, നമ്മൾ ഉംറ ചെയ്യുമെന്ന് നമ്മളോട് അള്ളാഹുവിന്റെ വാഗ്ദാനമുള്ളതല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ, വാഗ്ദാനമുണ്ട്. അദ്ദേഹം ചോദിച്ചു, നമ്മെ സഹായിക്കാമെന്ന് അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, അതെ. അദ്ദേഹം ചോദിച്ചു, എന്നിട്ട് നമ്മൾ ഉംറ ചെയ്തോ? ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, ഉമർ, നമ്മൾ ഈ വർഷം തന്നെ ഉംറ ചെയ്യുമെന്ന് അള്ളാഹു എപ്പോഴാണ് പറഞ്ഞത്? തുടർന്ന് അദ്ദേഹം ചോദിച്ചു, നമുക്ക് വിജയവും പിന്തുണയും കിട്ടിയോ? ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലും വിജയത്തിന്റെയും പിന്തുണയുടെയും അർത്ഥം നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്നവരാണ്. പക്ഷേ ഹസ്രത്ത് ഉമറിന് ഈ മറുപടിയിലൊന്നും തൃപ്തിയായില്ല. അദ്ദേഹം അതേ പരിഭ്രമാവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മൾ മക്കയിൽ തവാഫ് ചെയ്തുകൊണ്ട് പ്രവേശിക്കുമെന്ന് അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്തതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അദ്ദേഹം ചോദിച്ചു, നമ്മൾ അള്ളാഹുവിന്റെ സംഘമല്ലേ? നമുക്ക് വിജയത്തിന്റെയും സഹായത്തിന്റെയും ദൈവിക വാഗ്ദാനമുള്ളതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഹസ്രത്ത് ഉമർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മൾ ഉംറ ചെയ്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഈ വർഷം തന്നെ ഉംറ ചെയ്യുമെന്ന് അള്ളാഹു എപ്പോഴാണ് പറഞ്ഞത്? ഈ വർഷം ഉംറ ചെയ്യുമെന്നത് എന്റെ ധാരണയായിരുന്നു. അള്ളാഹു അത് നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, പിന്നെ വിജയത്തിന്റെയും പിന്തുണയുടെയും വാഗ്ദാനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൈവിക സഹായം തീർച്ചയായും വരുന്നതാണ്. അവൻ വാഗ്ദാനം ചെയ്തത് തീർച്ചയായും പുലരുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ അതേ മറുപടികൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഹസ്രത്ത് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോവുകയും തന്റെ വൈകാരിക അവസ്ഥ പ്രകടിപ്പിക്കുകയും ഹസ്രത്ത് അബൂബക്കറിന്റെ അടുക്കൽ പോയി അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തതായി വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും പോലെ അതിന്റെ ക്രമത്തിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ സംഭവം ഒന്നു തന്നെയാണ്. അതിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് പ്രസ്തുത സംഭവത്തിന്റെ വാസ്തവികതയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഹദ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് സീറത്ത് ഖാത്തമുൻ നബിയിൽ എഴുതുന്നു, ഏതായിരുന്നാലും നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഈ ഉടമ്പടി പൂർണ്ണതയിലെത്തി. ഏറെക്കുറെ എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഖുറൈശികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. മാത്രമല്ല, ദൈവേച്ഛ അനുസരിച്ച് ബൈത്തുള്ളയുടെ ആദരവിനെ മുൻനിർത്തി ഖുറൈശികളുടെ എല്ലാ ആവശ്യങ്ങളെയും അംഗീകരിക്കുമെന്നും ഏത് അവസ്ഥയിലാണെങ്കിലും ഹറമിന്റെ ആദരവ് നിലനിർത്തുമെന്നുമുള്ള തന്റെ ശപഥത്തെ ആത്മാർത്ഥമായി നിറവേറ്റുകയും ചെയ്തു. ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ഇപ്രകാരമായിരുന്നു: 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും കൂട്ടുകാരും ഈ വർഷം തിരിച്ചു പോകേണ്ടതാണ്. 2. അടുത്ത വർഷം അവർക്ക് മക്കയിൽ വന്ന് ഉംറ നിർവഹിക്കാവുന്നതാണ്. ഉറകളിൽ വെച്ചിട്ടുള്ള വാളുകളല്ലാതെ മറ്റൊരു ആയുധവും കൂടെ കരുതാൻ പാടില്ല. മക്കയിൽ 3 ദിവസത്തിലധികം താമസിക്കാനും പാടില്ല. 3. മക്കയിൽ നിന്നുള്ള വല്ല പുരുഷന്മാരും മദീനയിൽ മുസ്ലിമായിട്ട് പോവുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് മദീനയിൽ അഭയം കൊടുക്കാതെ തിരിച്ചയക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് സഹീഹ് ബുഖാരിയിലുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: അതായത്, ഞങ്ങളിൽ നിന്നുള്ള വല്ല പുരുഷന്മാരും താങ്കളുടെ അടുക്കൽ വരികയാണെങ്കിൽ താങ്കൾ അയാളെ തിരിച്ചയക്കേണ്ടതാണ്. എന്നാൽ ഏതെങ്കിലും മുസ്ലിം മദീനയെ ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരികെ വരികയാണെങ്കിൽ അയാളെ തിരിച്ചയക്കുന്നതല്ല. അതായത്, ആരെങ്കിലും മുസ്ലിമായി മദീനയിൽ പോവുകയാണെങ്കിൽ അയാളെ തിരിച്ചയക്കുമെന്നും, എന്നാൽ ഏതെങ്കിലും മുസ്ലിം മക്കയിലേക്ക് വരികയാണെങ്കിൽ അയാളെ പിടികൂടുകയും തിരിച്ചയക്കുകയും ചെയ്യുന്നതല്ല എന്നുമുള്ള നിബന്ധനകൾ അവർ അംഗീകരിപ്പിച്ചു. ഒരു നിവേദനത്തിൽ പറയുന്നു, മക്കക്കാരിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി തന്റെ വലി, അതായത് ഗാർഡിയന്റെ അനുവാദം കൂടാതെ മദീനയിലേക്ക് പോവുകയാണെങ്കിൽ അയാളെ തിരിച്ചയക്കുന്നതാണ്. 4. അറേബ്യൻ ഗോത്രങ്ങളിൽ ഏത് ഗോത്രത്തിനും മുസ്ലിങ്ങളുടെയോ മക്കക്കാരുടെയോ സുഹൃത്താകാവുന്നതാണ്. 5-ാമത്തെ നിബന്ധന,
ഈ ഉടമ്പടി ഇപ്പോൾ 10 വർഷത്തേക്കായിരിക്കും. ഈ കാലയളവിൽ ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരിക്കുന്നതല്ല. ഹുദൈബിയ സന്ധിയുടെ സാക്ഷികളെ പറ്റിയുള്ള വിവരണത്തിൽ പറയുന്നു, ഈ ഉടമ്പടിയുടെ 2 പകർപ്പുകൾ ഉണ്ടാക്കി. സാക്ഷികൾ എന്ന നിലയ്ക്ക് ഇരുപക്ഷത്തുമുള്ള നിരവധി പ്രമുഖരായ ആളുകൾ അതിൽ കയ്യൊപ്പ് വെച്ചിരുന്നു. മുസ്ലിങ്ങളിൽ നിന്ന് ഹദ്റത്ത് അബൂബക്കർ, ഹദ്റത്ത് ഉമർ, ഹദ്റത്ത് ഉസ്മാൻ, അദ്ദേഹം അപ്പോഴേക്ക് മക്കയിൽ നിന്ന് തിരിച്ചു വന്നിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വക്കാസ്, അബൂ ഉബൈദ എന്നിവരാണ് അതിൽ ഒപ്പുവെച്ചത്. ഉടമ്പടി പൂർത്തിയായ ശേഷം സുഹൈൽ ബിൻ അമ്ര തന്റെ ഒരു പകർപ്പുമായി മക്കയിലേക്ക് തിരിച്ചുപോയി. ഒരു പകർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കലാണ് ഉണ്ടായിരുന്നത്. സഹാബാക്കളുടെ അസ്വസ്ഥതയെ സംബന്ധിച്ചും പരാമർശമുണ്ട്. അതേക്കുറിച്ച് നേരത്തെയും പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലിഖിതം എഴുതി വിരമിച്ചപ്പോൾ തന്റെ സഹാബാക്കളോട് പറഞ്ഞു, എഴുന്നേറ്റ് നിങ്ങളുടെ ഒട്ടകങ്ങളെ ബലിയിറക്കുക, തലമുണ്ഠനവും ചെയ്യുക. പക്ഷേ അവരിൽ ആരും തന്നെ എഴുന്നേറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞു. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതേപ്പറ്റി എഴുതുന്നു, സുഹൈൽ തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഇനി എഴുന്നേറ്റ് തങ്ങളുടെ ബലിമൃഗങ്ങളെ അറുക്കുകയും തല മുണ്ഡനം ചെയ്യുകയും വേണം. കുർബാനയ്ക്ക് ശേഷം തലയിലെ മുടി മുണ്ഡനം ചെയ്യുകയോ മുറിക്കുകയോ ചെയ്യുന്നു. തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുക. പക്ഷേ സഹാബാക്കൾക്ക് പ്രത്യക്ഷത്തിൽ ഈ അപമാനകരമായ ഉടമ്പടി കാരണം വലിയ ദുഃഖമുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്ന ചിന്തയും ഉണ്ടായിരുന്നു. അള്ളാഹു സ്വപ്നത്തിൽ ബൈത്തുള്ള തവാഫ് ചെയ്യുന്ന ദൃശ്യം കാണിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് സഹാബാക്കളുടെ അവസ്ഥ അസ്വസ്ഥജനകമായിരുന്നു. അവർ ഏറെക്കുറെ നിർജീവാവസ്ഥയിലായി. അവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ പരിപൂർണ വിശ്വാസവും ദൈവിക വാഗ്ദാനത്തിൽ ദൃഢബോധ്യവും ഉണ്ടായിരുന്നു. പക്ഷേ മാനുഷികാവസ്ഥയ്ക്ക് വിധേയരായി അവരുടെ ഹൃദയം പ്രത്യക്ഷത്തിലുള്ള ഈ പരാജയത്തിൽ ദുഃഖം കാരണം അസ്വസ്ഥമായിരുന്നു. അതിന്റെ ഉടനെയുള്ള പ്രതികരണമാണ് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇവിടെ തന്നെ കുർബാനി ഇറക്കുക എന്ന് പറയുകയുണ്ടായി. നമ്മൾ മക്കയിൽ പ്രവേശിച്ചാലും ഇല്ലെങ്കിലും, കാബയിൽ പോയാലും ഇല്ലെങ്കിലും, തവാഫ് ചെയ്താലും ഇല്ലെങ്കിലും ഇവിടെ ഇരുന്ന് കുർബാനി ചെയ്തുകൊണ്ട് തിരിച്ചു പോകാം. അപ്പോൾ ഒരു സഹാബിയും അത് ചെയ്യാൻ തയ്യാറായില്ല. ആരും അവരുടെ സ്ഥലത്ത് നിന്ന് അനങ്ങിയതുപോലുമില്ല. കുർബാന ചെയ്യാൻ കൊണ്ടുവന്നവരും അവിടെ തന്നെ ഇരുന്നു. നൗസുബില്ല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധിക്കരിച്ചത് കൊണ്ടല്ല അങ്ങനെ ചെയ്തത്. മാത്രമല്ല ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളെക്കാളും അനുസരണമുള്ള ഒരു സംഘവും ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ അവർ പ്രാവർത്തികമാക്കാതിരുന്നത് എന്തെങ്കിലും ധിക്കാരവും അനുസരണക്കേടും കൊണ്ടായിരുന്നില്ല, മറിച്ച് ദുഃഖവും പ്രത്യക്ഷത്തിലുള്ള അപമാന ബോധവും കാരണം അവർ അസ്വസ്ഥരായിരുന്നു. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കേൾക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാത്ത പോലെയും കാണുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ പ്രവർത്തനരഹിതമായതുപോലെയും ആയിത്തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിർദ്ദേശം 2ഉം 3ഉം തവണ ആവർത്തിച്ചു. പക്ഷെ ഒരു സഹാബിയും മുന്നോട്ട് വന്നില്ല. തന്റെ കൽപ്പന ആരും തന്നെ പ്രാവർത്തികമാക്കില്ലെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സങ്കടം വരികയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി തന്റെ കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കൂടാരത്തിനകത്ത് തിരുനബിയുടെ ധർമ്മപത്നി ഹദ്റത്ത് ഉമ്മേ സൽമ ഉണ്ടായിരുന്നു. അവർ വളരെയേറെ കൂർമ്മ ബുദ്ധിയുള്ള മഹതിയായിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം അവർ കാണുന്നുണ്ടായിരുന്നു. അവർ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അസ്വസ്ഥഭരിതമായ അവസ്ഥയിൽ അകത്തേക്ക് വരുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അതിന്റെ അസ്വസ്ഥഭരിതമായ വിശദീകരണം അറിഞ്ഞപ്പോൾ വളരെയേറെ സഹാനുഭൂതിയോടും സ്നേഹത്തോടും കൂടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് വിഷമിക്കേണ്ടതില്ല. അങ്ങയുടെ സഹാബാക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധിക്കാരികളുമല്ല. പക്ഷേ സന്ധി നിർദ്ദേശങ്ങൾ അവരെ ദുഃഖഭാരത്താൽ ഉന്മാദരാക്കിയിരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ അങ്ങ് അവരൊന്നും പറയരുത്, മറിച്ച് നിശബ്ദനായി പോയി തന്റെ ബലിമൃഗത്തെ അറുത്ത് തലമുണ്ഡനം ചെയ്യുക. പിന്നെ അങ്ങയുടെ സഹാബാക്കൾ സ്വയം അങ്ങയെ പിൻപറ്റുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ അഭിപ്രായം ഇഷ്ടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്ന് ആരോടും ഒന്നും പറയാതെ തന്റെ ബലിമൃഗത്തെ അറുക്കുകയും തന്റെ തല മുണ്ഡനം ചെയ്യുകയും ചെയ്തു തുടങ്ങി.
സഹാബാക്കൾ ഇത് കണ്ടപ്പോൾ ഉറങ്ങുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ബഹളം കേട്ട് പെട്ടെന്ന് ഉണർന്നുകൊണ്ട് എഴുന്നേൽക്കുന്നത് പോലെ ഉന്മാദരായി തങ്ങളുടെ ബലിമൃഗങ്ങളെ ബലിയിറക്കാൻ തുടങ്ങി. പരസ്പരം ശിരസ് മുണ്ടനം ചെയ്തു തുടങ്ങി. പക്ഷേ ദുഃഖം അവരെ ഒരുപാട് അസ്വസ്ഥരാക്കിയിട്ടുണ്ടായിരുന്നു. നിവേദകൻ പറയുന്നു, ആ സമയത്ത് മുസ്ലിങ്ങൾ തലമുണ്ഠനം ചെയ്തുകൊണ്ട് പരസ്പരം തല വെട്ടിപ്പോകുമോ എന്ന് പോലും തോന്നിയിരുന്നു. ഏതായാലും ഹദ്രത്ത് ഉമ്മേ സൽമയുടെ നിർദ്ദേശം ഫലവത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ വാക്കുകൾ തൽക്കാലത്തേക്ക് പരാജയപ്പെട്ടുവെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങൾ ആലസ്യത്തിലാണ്ട പ്രസ്തുത സമൂഹത്തെ ഉണർത്തുകയുണ്ടായി. ഈ ഉദ്ധരണിയും സീറത്ത് ഖാത്തമുൻ നബീനിൽ ഉള്ളതാണ്. ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബലിക്കുള്ള ഒട്ടകത്തെ അറക്കുകയുണ്ടായി. കുർബാനി മൃഗങ്ങളിൽ അബൂജഹലിന്റെ ഒരു ഒട്ടകം ബദറിലെ സമരാർജിത സ്വത്തുക്കളിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഓടിപ്പോയി പുറത്ത് മേയുകയായിരുന്നു. കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോയതാണ്. അതിനും മാലയിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ അടയാളവും വെച്ചിട്ടുണ്ടായിരുന്നു. കുർബാനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. കുറച്ചു നേരത്തേക്ക് അത് ഓടിപ്പോയി. ഉടനെ അതിനെ പിടികൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒട്ടകത്തെ 7 ആളുകൾക്ക് വേണ്ടി ബലിയർക്കുകയുണ്ടായി. ഹദ്രത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 മൃഗങ്ങളെ അറുത്തു. ഓരോ മൃഗവും 7 പേർക്ക് വേണ്ടിയായിരുന്നു അറക്കപ്പെട്ടത്. അന്ന് ഞങ്ങൾ 1400 പേരുണ്ടായിരുന്നു. കുർബാനി ചെയ്തവരെക്കാൾ അധികം കുർബാനി ചെയ്യാത്തവരുമായിരുന്നു. അതിനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിന് പുറത്താണ് തമ്പടിച്ചത്. പക്ഷേ നമസ്കാരങ്ങൾ ഹറമിൽ തന്നെ നിർവഹിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലം ഗോത്രത്തിലെ ഒരാളുടെ കയ്യിൽ തന്റെ ബലിമൃഗങ്ങളിൽ നിന്ന് 20 മൃഗങ്ങളെ മർവയുടെ അടുത്തേക്ക് ബലിയിറക്കുന്നതിന് വേണ്ടി കൊടുത്തു വിടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെ ബലിയിറത്തതിന് ശേഷം തന്റെ കൂടാരത്തിലേക്ക് വന്നു. അതിനകത്ത് ഹറാഷ് ബിൻ ഉമയ്യെ വിളിച്ചു തന്റെ തലമുണ്ടനം ചെയ്യിപ്പിക്കുകയും മുടി ഒരു ഭാഗത്ത് പച്ചളിപ്പുള്ള മുൾച്ചെടികളുടെ മുകളിൽ വിതറുകയും ചെയ്തു. ആളുകൾ ചെടികളുടെ മുകളിൽ നിന്ന് മുടിയെടുക്കുകയും പരസ്പരം വീതം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനകത്ത് ഉമ്മ അമ്മാറ കുറച്ച് മുടി വാങ്ങിയിരുന്നു. അവർ രോഗികൾക്ക് അത് വെള്ളത്തിലിട്ട് ചികിത്സയെന്നോണം കുടിക്കാൻ കൊടുത്തിരുന്നു. അങ്ങനെ പല രോഗികളും സുഖപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവയിൽ അനുഗ്രഹവും ഉണ്ടായിരുന്നു. സഹാബാക്കൾ പലരും പരസ്പരം തലമുണ്ടനം ചെയ്തിരുന്നു. മുസ്ലിങ്ങൾ പലരും തലമുണ്ടനം ചെയ്തപ്പോൾ പലരും മുടി മുറിക്കുക മാത്രമാണ് ചെയ്തത്. ഹദ്രത്ത് ഉസ്മാനും ഹദ്രത്ത് അബൂബക്കറും ഖത്താദയും മുടി മുറിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശിരസ് കൂടാരത്തിന്റെ പുറത്തേക്ക് നീട്ടി പറയുകയുണ്ടായി, അള്ളാഹു തല മുണ്ടനം ചെയ്തവർക്ക് മേൽ കരുണ ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, മുടി വെട്ടിയവരോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം തല മുണ്ടനം ചെയ്തവർക്ക് മേൽ അള്ളാഹു കരുണയുരിയട്ടെ എന്ന് പറയുകയുണ്ടായി. മുടി മുറിച്ചവർക്ക് മേൽ അള്ളാഹു കരുണയുരിയട്ടെ എന്ന് 4ാമത്തെ തവണ പറയുകയുണ്ടായി. നിവേദനങ്ങളിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ 19 ദിവസം തങ്ങുകയുണ്ടായി. 20 രാത്രികൾ തങ്ങിയെന്നും പറയുന്നു. മുഹമ്മദ് ബിൻ ഉമർ വാഖദി, ഇബ്നു സഅദ് എന്നിവർ ഇതേപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇത് സംബന്ധിച്ച് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുർബാനിയും മറ്റും ചെയ്ത് വിരമിച്ചതിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു പോകാൻ കൽപ്പന നൽകി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ എത്തി 20 ദിവസത്തോളം ആയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കയാത്രയിൽ അസ്ഫാന് സമീപം ഖറഉൽ ഗമീം എന്ന സ്ഥലത്തെത്തി. രാത്രി സമയമായിരുന്നു. എല്ലാ സഹാബാക്കളെയും ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ഇന്ന് രാത്രി എനിക്ക് ഒരു സൂറത്ത് അവതരിച്ചിരിക്കുന്നു. അതെനിക്ക് എല്ലാ ഭൗതിക കാര്യങ്ങളെക്കാളും ഏറെ പ്രിയപ്പെട്ടതാണ്. അത് ഇപ്രകാരമാണ്: ويتم نعمته عليك ويهديك صراطا مستقيما
وينصرك الله نصرا عزيزا. ഇത് സൂറ ഫത്തഹിലെ 2 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ്. പിന്നെ ആയത്ത് 28-ലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. इसके बारे में कि लक़द सदक़ल्लाहु रसूलहु रुया बिलहक़ लतदखुलुन्नल मस्जिदल हराम इंशाअल्लाह आमिनीना मुहल्लिक़ीना रूसकुम वमुक़स्सिरीना. അല്ലയോ റസൂൽ, തീർച്ചയായും നാം നിനക്ക് സ്പഷ്ടമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. മുൻപും പിൻപുമുള്ള നിന്റെ വൈകല്യങ്ങളെ അള്ളാഹു നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതിനും നിനക്കുമേൽ അവന്റെ അനുഗ്രഹത്തെ പൂർത്തിയാക്കുന്നതിനും നിന്നെ നേർമാർഗത്തിൽ നയിക്കുന്നതിനും വേണ്ടിയാണ്. അള്ളാഹു നിനക്ക് പ്രബലമായ സഹായം നൽകുന്നതിനും വേണ്ടിയാണ്. അള്ളാഹു ഇച്ഛിക്കുന്ന വർഷം നിങ്ങൾ തീർച്ചയായും സമാധാന ചിത്രം തലമുണ്ടനം ചെയ്തവരും മുടി മുറിച്ചവരുമായി നിർഭയം ആ ആദരണീയ ദേവാലയത്തിൽ പ്രവേശിക്കുമെന്ന സ്വപ്നത്തെ അള്ളാഹു തന്റെ ദാസന് സാക്ഷാത്കരിച്ചു കൊടുത്തിരിക്കുന്നു. അതായത് നിങ്ങൾ ഈ വർഷം മക്കയിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അത് സമാധാനപൂർവ്വമാകുമായിരുന്നില്ല, മറിച്ച് അത് യുദ്ധവും രക്തച്ചൊരിച്ചിലും മുഖേന ഉള്ള പ്രവേശനമാകുമായിരുന്നു. എന്നാൽ അള്ളാഹു സ്വപ്നത്തിൽ സമാധാനപൂർണ്ണമുള്ള പ്രവേശനമാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് അള്ളാഹു ഈ വർഷം ഉടമ്പടിയുടെ ഫലമായി സമാധാനത്തിന്റെ അവസ്ഥയുണ്ടാക്കി. ഇനി നിങ്ങൾ ഉടൻ തന്നെ അള്ളാഹു കാണിച്ച സ്വപ്നമനുസരിച്ച് സമാധാനപൂർവ്വം മസ്ജിദ് ഹറാമിൽ പ്രവേശിക്കുന്നതാണ്. പിന്നീട് അങ്ങനെ തന്നെ സംഭവിക്കുകയുമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ സഹാബാക്കൾക്ക് കേൾപ്പിച്ചപ്പോൾ ഇത് സഹാബാക്കളുടെ ഹൃദയങ്ങൾ അപ്പോഴും ഹുദൈബിയ സന്ധിയുടെ അസ്വസ്ഥതകൾ കാരണം ബാക്കിയായിരുന്നു. അവർ പ്രത്യക്ഷത്തിൽ പരാജയപ്പെട്ട് തിരിച്ചു പോകുന്ന ഈ അവസ്ഥയിൽ അള്ളാഹു തങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നതിൽ അത്ഭുതം കൂറുന്നുമുണ്ടായിരുന്നു. ചില നദി കാണിച്ചിരുന്ന സഹാബാക്കൾ ബൈത്തുള്ളായെ തവാഫ് ചെയ്യാതെ തിരിച്ചു പോകുന്നതാണോ വിജയം എന്നും മറ്റുമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെടുകയും തന്റെ വളരെ ആവേശഭരിതനായി ഒരു ചെറിയ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഇത് വളരെ മോശമായ ആക്ഷേപമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഹുദൈബിയ സന്ധിയുടെ സംഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാകുന്നു. തുടർന്ന് പറഞ്ഞു, ഖുറൈശികൾ നമുക്കെതിരിൽ യുദ്ധമൈതാനത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അവർ സ്വയം യുദ്ധം ഉപേക്ഷിച്ച് സമാധാന ഉടമ്പടി ചെയ്തിരിക്കുന്നു. അടുത്ത വർഷം നമുക്ക് വേണ്ടി മക്കയുടെ കവാടങ്ങൾ തുറക്കണമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. നമ്മൾ സമാധാനപൂർവ്വം മക്കയുടെ ഫിത്നകളിൽ നിന്നെല്ലാം സുരക്ഷിതരായി വരാനുള്ള വിജയങ്ങളുടെ സുഗന്ധവും ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതാണ്. ചുരുക്കത്തിൽ തീർച്ചയായും ഇത് വളരെ മഹത്തായ ഒരു വിജയമാകുന്നു. ഈ ഖുറൈശികൾ ഉഹദ് അഹ്സാബ് യുദ്ധങ്ങളിൽ നിങ്ങൾക്കെതിരിൽ എങ്ങനെയാണ് അക്രമോത്സകരായി വന്നത് എന്ന കാര്യവും ഉദ്ദേശങ്ങളും നിങ്ങൾ മറന്നുപോയോ? ഈ ഭൂമി വിശാലമായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് മേൽ കുടുസായി തീർന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കണ്ണുകൾ അന്ധാളിച്ചുപോയി, കരളുകൾ വായിലേക്കെത്തുന്ന അവസ്ഥയിലുമായിരുന്നു. പക്ഷെ ഇന്ന് ഇതേ ഖുറൈശികൾ നിങ്ങളുമായി സമാധാന കരാറിൽ ഏർപ്പെടുകയാണ്. സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി, അങ്ങയുടെ ദൃഷ്ടികൾ എത്തിയ സ്ഥലത്ത് ഞങ്ങളുടെ ദൃഷ്ടികൾക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ തീർച്ചയായും ഈ ഉടമ്പടി നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഹുദൈബിയ സംഭവത്തെ അള്ളാഹു ഫതഹ് മുബീൻ അഥവാ പ്രകടമായ മഹത്തായ വിജയം എന്ന പേരിലാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന, തീർച്ചയായും നാം നിനക്ക് സ്പഷ്ടമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. ഈ വിജയം അധികം സഹാബാക്കൾക്കും ഗോപ്യമായിരുന്നു. മാത്രമല്ല അത് പല മുനാഫിക്കീങ്ങളും മുർത്തദാകാൻ കാരണമായി തീരുകയും ചെയ്തു. വാസ്തവത്തിൽ ആ വിജയം വളരെ പ്രകടമായിരുന്നു. പക്ഷെ അതിന്റെ മുന്നൊരുക്കങ്ങൾ അദൃശ്യവും സൂക്ഷ്മവുമായിരുന്നു. അല്ലാമ ബിലാസരി എഴുതുന്നു, ഹുദൈബിയ സന്ധിയുടെ നിരവധി ഫലങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. ഒടുവിൽ പരിശുദ്ധ മക്ക വിജയം ഉണ്ടായി. എല്ലാ മക്കക്കാരും ഇസ്ലാമിൽ പ്രവേശിച്ചു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു തുടങ്ങി. സുൽഹിന് മുമ്പ് വരെയും ആളുകൾക്ക് പരസ്പരം കൂടിച്ചേരാനോ അവർക്ക് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യങ്ങൾ വെളിപ്പെടാനോ സാധ്യമല്ലായിരുന്നു. അവർക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി ഏതെങ്കിലും വ്യക്തിക്ക് കാര്യങ്ങൾ വിവരിക്കാനും കഴിയുമായിരുന്നില്ല. ഹുദൈബിയ സന്ധി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് പരസ്പരം കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചു. മുശ്രിക്കുകൾ മദീനയിലേക്ക് വരികയും മുസ്ലിങ്ങൾ മക്കയിൽ പോകാനും തുടങ്ങി. അവർ തങ്ങളുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും ഗുണകാംക്ഷികളെയും കണ്ടുമുട്ടി. അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാഠങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും കുറിച്ച് അറിയാൻ ഇടയായി. നുബുവത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ജീവിതത്തെയും പരിശുദ്ധ മാതൃകയെയും കുറിച്ച് അവർക്ക് ബോധ്യമായി.
പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് നേരിട്ട് വിലയിരുത്താൻ കഴിഞ്ഞു. അവരുടെ ഹൃദയങ്ങൾ വിശ്വാസത്തിലേക്ക് ചാഞ്ഞു തുടങ്ങി. അങ്ങനെ അവരിൽ പലരും വിശ്വാസികളാകാൻ വെമ്പൽ കൊണ്ടു. ഹുദൈബിയ സന്ധിക്കും മക്ക വിജയത്തിനുമിടയിൽ മുസ്ലിങ്ങൾ ആവുകയും ചെയ്തു. മറ്റുള്ള ആളുകളും ഇസ്ലാമിലേക്ക് ചായ്വ് കാണിച്ചു തുടങ്ങി. അങ്ങനെ മക്ക വിജയ ദിവസം എല്ലാവരും വിശ്വാസികളായി തീർന്നു. അറബികൾ ഖുറൈശികളുടെ ഇസ്ലാം മതാശ്ലേഷണം കാത്തിരിക്കുകയായിരുന്നു. ഖുറൈശികൾ വിശ്വസിച്ചപ്പോൾ മുഴുവൻ അറേബ്യയും വിശ്വാസികളായി തീർന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി ചെയ്തു. ഹുദൈബിയ സന്ധിയുടെ പരിശുദ്ധ ഫലങ്ങളിൽ ഒന്ന് ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വരാൻ അവസരം കിട്ടി എന്നതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ അവരിലെ നൂറുകണക്കിന് ആളുകൾ മുസ്ലിങ്ങളായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ കേൾക്കുന്നതുവരെയും അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇടയിൽ ഒരു മതിൽ തടസ്സമായിട്ടുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ വിഘ്നമായിരുന്നു. മറ്റാളുകൾ വ്യാജനെന്ന് ആരോപിച്ചപ്പോൾ നൗസുബില്ല അവരും അങ്ങനെ തന്നെ പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അവർക്ക് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഏതായാലും അവർ വിദൂരതയിലായിരുന്നു. എന്നാൽ ആ തടസ്സം മാറുകയും അവർ അടുത്തു വന്ന് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ നഷ്ടബോധം ഇല്ലാതാവുകയും വിശുദ്ധ സംഘത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.